അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി പ്രസന്ന. ഞാൻ ചക്കാന്തര ഇടവാങ്ങാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾ വിനയ. അവൾ BEd കഴിഞ്ഞപ്പോൾ അവസാന വർഷമാണ്. അപ്പോൾ അവളുടെ കൂടെയുള്ള ചില കുട്ടികൾക്കൊക്കെ പല സ്കൂളുകളിലായിട്ടൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾ സെൻറ്റ് റാഫേലും കാണിക്കമാത മാരത്മാതയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ രൂപതയുടെ സ്ഥാപനങ്ങളിലേക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലയിടത്തും കിട്ടാണ്ട് പല കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ അവളെ ദിവസം ഇങ്ങനെ വിളിക്കും, കിട്ടിയില്ലേ പോയി അന്വേഷിക്കണം എന്നൊക്കെ. അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഉച്ച സമയത്ത് നമ്മുടെ ബാക്കിലൊരു സൈലം എന്ന് പറഞ്ഞിട്ടൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ +1 +2 CBSE കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞു. അവൾ ശരിയെന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർ വാട്സപ്പിലൊക്കെ അവർ സ്റ്റാറ്റസൊക്കെ ഇട്ടു, മിസ് വിനയ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു വൈകുന്നേരം ഞാൻ പോകുമ്പോൾ പറയണം, അമ്മ എനിക്കിങ്ങനെ ട്യൂഷൻ്റെ അവിടെ കിട്ടി 2 മണിക്കൂർ കുട്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴാണ് പോകാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ നാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ എന്താ ദിവസം എന്ന് അറിയില്ലേ ചോദിച്ചു. ഞായറാഴ്ചയാണ്, 3-ാം ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു. ഞായറാഴ്ച ചെയ്യാൻ പാടില്ല എന്ന് നീ മുമ്പ് അവൾ അങ്ങനെ 2-3 വർഷം മുമ്പ് ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയപ്പോൾ അവൾ എനിക്ക് ഞായറാഴ്ച പറ്റില്ല എന്ന് പറഞ്ഞവളാണ്. എന്നിട്ട് അതിന് ശേഷമാണ് അവൾക്ക് മേഴ്സിയിൽ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയത്. അപ്പോൾ നീ മുമ്പ് നിനക്കൊരു സാക്ഷിയും അനുഭവമൊക്കെ ഉണ്ടായല്ലോ, അപ്പോൾ പിന്നെ ഇപ്പം എന്തേ മറന്നു? ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവൾ ഓരോന്നും വിഷമം പറയാൻ തുടങ്ങി. പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട്, ഞായറാഴ്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ അമ്മ 2 മണിക്കൂറേ ഉള്ളൂ. ഞാൻ പേര് കൊടുത്തു, എൻ്റെ സ്റ്റാറ്റസിൽ കുട്ടികൾക്കൊക്കെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഞാൻ ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇനി അവർക്ക് പറഞ്ഞാൽ വിഷമാവില്ല, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞാണ്. ഉച്ചയ്ക്ക് പറഞ്ഞാലും വേണ്ടില്ല, ഇപ്പോൾ പറഞ്ഞാലും വേണ്ടില്ല, അത് വേണ്ടാന്ന് പറയുന്നവർ. പിന്നെ എന്നോട് തർക്കിക്കാൻ തുടങ്ങി. ഞാനും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നുണ്ട്, അവിടെ നിന്നിട്ട് ഓരോ കാരണങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരും. എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാൻ സമ്മതിക്കില്ല, നീ പോണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറേ തർച്ചിട്ട് കഴിയുമ്പോൾ മനസ്സിലാകേണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പറയേണ്ടത് നിൻ്റെ അടുത്തല്ല, പറയേണ്ട ആൾ വേറെയാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് മുമ്പിൽ പോയി, അമ്മ കേൾക്കണില്ലേ ഈ പറയുന്നത്? എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞു, അമ്മ അത് കേൾക്കണില്ലേ, ഇവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവളോട് പറഞ്ഞു, നിനക്ക് ഇത്രയും പഠിച്ചിത്രയും ആയിരുന്നില്ലേ, ഇനി കുറച്ചുകൂടെ ക്ഷമിക്ക്, കിട്ടും. നീ ഔസേപിതാവിനോട് പറ, തൊഴിലാളികളുടെ മധ്യസ്ഥനല്ലേ, ഔസേപിതാവ് നിനക്കൊരു ജോലി എവിടെയെങ്കിലും വാങ്ങിച്ച് തരും, നീ ക്ഷമയോടെ ഇരിക്കുന്നു. അപ്പോൾ അവൾ ഇതൊക്കെ പറഞ്ഞു. അമ്മ ഇങ്ങനെ ഓരോന്നും അത് ചെയ്യേണ്ട തൊട്ടകം പിടിച്ചപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്നെ ഇതായി. ഞാൻ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയോട് ജപമാല ചൊല്ലി വചനങ്ങൾ നമ്മുടെ അച്ഛൻ ഡെലിവറൻസും ചെയ്യുമ്പോൾ പറയുന്ന വചനങ്ങളൊക്കെ 2 കൊരിന്തോസ് 4:4, ഏശയ്യാ 58:13-14 ആ വചനങ്ങളും, പിന്നെ 2 തെസ്സലോനിക്ക 2:4, ലൂക്കാ 10:19, റോമാ 16, പിന്നെയും കുറേ വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ജപമാല ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. മിഖായേലിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ചു, റാഫേലിൻ്റെയും ഒക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം 8 മണിയൊക്കെ ആയപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറല്ലേ കുട്ടി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, പള്ളിയിൽ പോയി വന്നു. അപ്പോൾ ഇല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ജോലി ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞു. പിറ്റേ ദിവസം തിങ്കളാഴ്ച വന്ന് വിഷമമുണ്ട് എന്നോട്, എന്നാലും പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും കുട്ടികൾ വിളിച്ചിരിക്കുക. ക്രൈസ്തവ സ്ഥാപനത്തിൽ ജോലി കുറേ ഒഴിവുകളുണ്ട്, ഇവള് മാത്സാണ്, അപ്പോൾ മാത്സ് ടീച്ചറിൻ്റെ ഒഴിവുണ്ട്, നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് പിന്നെയും വീണ്ടും ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. വീണ്ടും പരീക്ഷണം തരിക. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിനൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് മാതാവേ സെൻറ്റ് റാഫേലിൽ എന്നെ കിട്ടണം കേട്ടോ എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഉച്ച സമയത്തുണ്ട് അവൾ പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അവൾക്ക് അവിടെ ടീച്ചറിൻ്റെ പോസ്റ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചൊവ്വാഴ്ച 18-ാം തീയതി തുടങ്ങി അവൾ അവിടെ പോയി. ഞായറാഴ്ച ഞാൻ 3-ാം ഞായറാഴ്ച വന്നപ്പോൾ അച്ഛൻ അർപ്പിക്കുന്ന ദിവ്യ ബലിയോട് സമർപ്പിച്ചു. അച്ഛൻ്റെ ഡെലിവറൻസിൻ്റെ യോഗ്യതയോടുകൂടെ എനിക്ക് ഈ ബന്ധനത്തിൽ ആ തിന്മയുടെ അരൂപി പ്രത്യേകമായിട്ട് വിശ്വാസരാഹിത്യത്തിൻ്റെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ആ വിഷമം കൊണ്ട് ഞാൻ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഔസേപിതാവിൻ്റെയും മധ്യസ്ഥ കൊണ്ടും മിഖായേലിൻ്റെ മധ്യസ്ഥ എന്തായാലും അവൾക്ക് ഇപ്പോൾ സെൻറ്റ് റാഫേലിൽ തന്നെ ജോലി കിട്ടി പോകുന്നുണ്ട് ഫുൾ ടൈമായി. ഇവിടെ 2 മണിക്കൂറുള്ളൂ ഞായറാഴ്ച. 2 മണിക്കൂറിന് പോയാൽ 2 മണിക്കൂറിൻ്റെ പൈസ കിട്ടുള്ളൂ. ഒരു കൽപ്പന ലംഘിക്കുകയും ചെയ്യാണ്. അപ്പോൾ അതൊന്നും ഉപേക്ഷിച്ചപ്പോൾ കർത്താവ് പിറ്റേ ദിവസം 16-ാം തീയതി പോകേണ്ടത് 17-ാം തീയതി ആയപ്പോൾ അവിടെ നിന്ന് വിളിച്ചിരിക്കുകയാണ്, ഫുൾ ടൈം കൊടുക്കുക. കർത്താവ് എല്ലാം പരീക്ഷിക്കാതെ പരിശോധിക്കാതെ നമുക്കൊരു കാര്യം ചെയ്തു തരാം.